പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എന്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എന്റെ ഫ്ളാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ. ആക്ട്രസ് രേഖ രതീഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ഇവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇവർ ആത്മഹത്യയുടെ വക്കിലാണെന്നും പറഞ്ഞിട്ട്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ഇവരുടെ പേര് വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെർച്ച് ചെയ്ത സമയത്ത് ഇവരുടെ കല്യാണത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് മാത്രമാണ് ഞാൻ കണ്ടത്. അല്ലാതെ ഞാൻ വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു വീഡിയോസും കണ്ടില്ല. ഇനി ഈ കല്യാണത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് എങ്ങനെ ഇതിനകത്ത് വന്നു എന്ന് ചോദിച്ചാൽ, അതായത് ഈ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോസ്, അത് എന്തുകൊണ്ട് ആ വീഡിയോസ് അവർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സൈറ്റിൽ രേഖ രതീഷിൻ്റെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഞാനിവിടെ കാണിക്കാം. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനമെടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാം. പക്ഷേ ഇന്ന് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി വരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം. ഈ വീഡിയോയ്ക്കകത്ത് വെയിറ്റ് ഫോർ റിവീൽ എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അധ്യായമാണ് അതായതാന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് കാണുന്ന ഏതൊരു മനുഷ്യരും എന്താ ചിന്തിക്കുന്നത്? ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ ഞാനിവിടെ സൈഡിൽ കാണിക്കാം. ന്യൂ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഏതൊരു വ്യക്തിയും തെറ്റിദ്ധരിക്കപ്പെടും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുതിയതായിട്ട് എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാഞ്ചീപുരം സാരിയുടെയോ എന്തോ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരല്ലേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നോക്കിയത്. ഇത് കാണുന്ന ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ഇട്ടേക്കുന്ന വീഡിയോസാണ് ഇപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിലുള്ളത്. അതായത് രേഖ രതീഷ് വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു, അങ്ങനെ കുറേ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടിട്ടിട്ട് യൂട്യൂബേഴ്സ് ഞങ്ങളെ കടന്നാക്രമിക്കുന്നു, ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ? ഞാനിവിടെ യൂട്യൂബേഴ്സിനെ എല്ലാവരെയും വന്നിരുന്നത് ന്യായീകരിക്കൊന്നുമല്ല. യാതൊരു ബോധവും വിവരവും ഇല്ലാതെ വന്നിരുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ ഈ രേഖ രതീഷിനെ പറ്റിയിട്ട് ഈ അടുത്തെങ്ങും ഞാൻ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു വാർത്തകളും ഞാൻ ഒരു യൂട്യൂബ് ചാനലും കണ്ടിട്ടില്ല. ഇത് നിങ്ങളായിട്ട് തന്നെയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഓരോ കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുന്നത്. ഉള്ള കാര്യം അങ്ങ് പറയാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇടായിരുന്നു, ഞാൻ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, താമസിക്കാതെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വേണേൽ മാർക്കറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് നിങ്ങൾ എന്തോ ചെയ്തത്, ആ ബിസിനസ് എന്ന് പറയുന്ന ഒരു സാധനം ഹൈഡ് ചെയ്തിട്ട് വേറെ രീതിയിൽ വളച്ചൊടിച്ച് വീഡിയോ ചെയ്ത്, അതായത് ആൾക്കാർ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ വന്ന് വീഡിയോ ചെയ്ത്. ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ വളരെ മോശമായിട്ട് നിങ്ങളെ പറ്റി പറയുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ടല്ലോ, അതായത് 9 മാസമായിട്ട് അങ്ങാണ്ട് നിങ്ങൾ ജോലി ഇല്ലാതെ അങ്ങാണ്ട് നിൽക്കുകയാണെന്നുള്ളൊരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാമെന്നല്ലോ ഉള്ളൂ ഇതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന്. ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളിക്കാരത്തി പറഞ്ഞ ഡയലോഗ് ഞാൻ അവിടെ കേൾപ്പിക്കാം. വേറെ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്നൊന്ന് കമന്റ് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ. ആ ഓരോ കമന്റ്സും മറ്റൊരാളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു ആദ്യമൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ കേട്ടല്ലോ. അതായത് വളരെ ബോൾഡായിട്ടാണ് സംസാരിച്ചത്. അതായത് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നത്, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നേന്ന്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തിക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും? ജോലി ചെയ്ത് എൻ്റെ ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നു. ഒരാൾ വന്ന് കമന്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു. വളരെ കറക്റ്റാണ്. 1-2 പേരെങ്ങാണോ എന്തെങ്കിലും വീഡിയോസ് ചെയ്യുന്ന വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾ തന്നെ എടുത്ത് പറയുന്നുണ്ട് ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യണമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എങ്ങനെയാണ് എടുത്ത് വെച്ച് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നത്? ഉള്ള കാര്യം പറയാമല്ലോ. ഇത് അനാവശ്യമായിട്ട് വെറുതെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് ഇവരെ പിന്തുടർന്നൊന്നും ഒരു യൂട്യൂബേഴ്സ് നടക്കുന്നതൊന്നുമില്ല. വെറുതെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ എനിക്കറിയത്തില്ല. ഇതും പൊക്കി പിടിച്ചിട്ട് കുറേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കുറേ വായി നോക്കിയുള്ള ഇറങ്ങിയിട്ടുണ്ട്. കുറേ യൂട്യൂബേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട്
യവന്മാരുടെ സ്ഥിരം പരിപാടി ഇങ്ങനെയാണ് അതാണെന്ന്. എന്നാൽ യവന്മാർ പറയുന്നത് എന്തുവാ? ഒരു ബോധവും വിവരമില്ലാത്ത കുറേ നാറികൾ അല്ലേ? എത്രയോ പേരുണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ദൈവം തന്ന ജന്മം എനിക്ക് ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പോകും. എനിക്ക് അതിൻ്റെ നടുക്ക് പല പ്രതിസന്ധികളും ഞാൻ ചിലപ്പോൾ നേരിട്ടുന്നിരിക്കും. ജീവിതമാണ്. ജീവിതമാകുമ്പം പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അത് നേരിടാനുള്ള ചങ്കൂറ്റവും കരുത്തും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. ഇത് അനാവശ്യമായിട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ഞാൻ ജീവിതം വഴിമുട്ടി നിൽക്കുവാണെന്നൊക്കെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്താനുള്ളൊരു സ്ട്രാറ്റജി ആണോ ഇതെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാര്യം ഇപ്പോൾ പല രീതിയിലുള്ള പ്രൊമോഷൻസ് നമ്മൾ കാണാൻ പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് സിനിമയുടെയൊക്കെ പ്രൊമോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇൻ്റർവ്യൂ സമയത്ത് എന്തെല്ലാം പ്രഹസനങ്ങൾ ഓരോ മനുഷ്യർ കിടന്ന് കാണിക്കുന്നതെന്ന്. ഇത് ഈ പറയുന്ന സ്വന്തം ബിസിനസ് ക്ലിക്കാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രഹസനമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെനിക്ക് ദൈവം തരുന്ന ടാസ്ക് ആയിട്ട് ഞാൻ വിചാരിക്കും. അതിനെ അതിജീവിച്ച് ഞാൻ മുമ്പോട്ട് പോവുക എന്നുള്ളത് എൻ്റെ വിൽ പവർ. ഞാൻ പോകുന്നു. എൻ്റെ ടൈം കഴിഞ്ഞു ഭൂമിയിൽ, നീ തിരിച്ചു വരാറായി എന്ന് പറയുമ്പോൾ തന്നെ വിളിക്കും, അപ്പം ഞാൻ പോയിക്കോളൂ. അതിനിടയ്ക്ക് ഇനി ആര് വന്ന് എന്ത് പറഞ്ഞാലും ഇതിലൂടെ കേട്ട് ഞാൻ ഇതിലൂടെ കളഞ്ഞിട്ട് പോകും. കണ്ടല്ലേ, ഇത്രയും ബോൾഡായിട്ട് ആക്റ്റീവായിട്ട് സംസാരിച്ച വ്യക്തിയാണ് പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ചേർന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് എന്ന്. എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടെ അടുത്ത്. ഇനി ഈ പുള്ളിക്കാരത്തിയുടെ പുതിയ ഒരു ബിസിനസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളായിട്ടത് കുറയ്ക്കുന്നില്ല, കിടക്കട്ടെ. അത് ഇനിയിപ്പം നമ്മുടെയും കൂടെ ചാനലിനകത്ത് ആ ഒരു പ്രൊമോഷൻ അവർക്ക് കിട്ടുന്നതിന് കിട്ടിക്കോട്ടെ. എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലേ? അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് അതിനൊരു തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വരൻ കൃഷ്ണയുമുണ്ടായിരുന്നു, വെയിലൊക്കെ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയല്ലോ. അതായത് ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാനൊരു ഭയങ്കര സംഭവം ഞാൻ റിവീൽ ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളാണെന്നും പറഞ്ഞിട്ട് ഒരു സാധനം ഇട്ട് അത് ഏകദേശം നല്ല രീതിയിൽ വ്യൂവർഷിപ്പൊക്കെ കയറി. അതിനുശേഷം ഈ ബിസിനസ്സിൻ്റെ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ വീഡിയോ ഇട്ട സമയത്ത് ഈ വീഡിയോയ്ക്ക് പറയുന്നതിന് വേണ്ടി റീച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതാണ് അതിനെക്കാട്ടും വലിയ കോമഡി. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്തെത്തിപ്പെട്ടു. ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി പറയട്ടെ എന്റെ ആ തീരുമാനം. ഞാൻ ഇവിടുന്ന് തുടങ്ങിയാണ്. ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂം എന്ന ഓൺലൈൻ സാരി ഷോപ്പ്. പർച്ചേസ് എല്ലാം ഓക്കെ ആക്കി. അടുത്ത വീഡിയോയിൽ ലോട്ടസ് ലൂമിന്റെ ലോഗോ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം. കണ്ടല്ലോ, എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറേ ആൾക്കാർ നമ്മുടെ അതുൽ വ്ളോഗ്സിൻ്റെ അതുലിന് അഗെയിൻസ്റ്റ് ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അതായത് രേണുസുതിയായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. രേണുസുതിയുടെ ജീവിതം നമ്മൾ വലിച്ചു കീറുന്നുണ്ട്. അതേപോലെ തന്നെയാണ് രേഖ രതീഷിൻ്റെ ജീവിതവും നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്നൊക്കെ. എന്ത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വിളിച്ച് പറയുന്നത്. ഇവിടെ രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത് ജനങ്ങൾ മൊത്തം കണ്ടതാണ്. ജനങ്ങൾ ഒന്നടങ്കം കിടന്ന് രേണുവിനെ ചീത്ത വിളിക്കുന്നത് എന്താ? രേണു കാണിക്കുന്ന പ്രവൃത്തികൾ കൊണ്ടാണ്. അത് ഇതുവരെയും മനസ്സിലാക്കാനുള്ളൊരു ബോധം നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? ഞാനിവിടെ സൈഡിലൊരു പോസ്റ്റ് കാണിക്കാം. അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ അതുലിനെതിരെ രേണുസുതി കൊടുത്ത കേസാണ് ഇന്ന് രേഖ രതീഷിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. രേണുവിൻ്റെ വ്യക്തി ജീവിതവും അവരെപ്പറ്റി നാട്ടുകാർ പറയുന്ന പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകളൊക്കെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്ന അതുൽ വ്ളോഗ്സിനെതിരെ രേണു പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതാണ്. എന്നിട്ട് എന്തോ അയാൾ എളുപ്പത്തിൽ ആ പരാതിയിൽ നിന്ന് പുറത്തു കടന്നു. ഇന്നും അയാൾ രേണുവിനെതിരായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ അയാൾ പറയുന്നുണ്ട് ഇങ്ങനെയാണ്. ഞാനത് വായിച്ചു തരുന്നില്ല എന്താണെന്ന്. നിങ്ങൾക്ക് ഇത് പോകുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് എല്ലാം കൂടെ കണക്ട് ചെയ്ത് യൂട്യൂബേഴ്സിൻ്റെ തലയിൽ കൊണ്ടുവന്നിടുവാണ്. ഈ നാട്ടിൽ ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് യൂട്യൂബർമാരുടെ തലയിലോട്ട് കൊണ്ടുവന്നിടും. ഇവർക്കൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് എന്തും കാണിക്കാവോ? നമ്മളൊക്കെ വിളിച്ച് പറയുന്നതാണോ ഏറ്റവും വലിയ തെറ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ രേഖ രതീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയെ ഈ അടുത്തെങ്ങും ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ വളരെ മോശമായി ചിത്രീകരിച്ച് വീഡിയോ ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇത് ചുമ്മാതെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് എങ്ങനെ എല്ലാ യൂട്യൂബേഴ്സിനെ വന്ന് അടിച്ചാക്ഷേപിക്കാൻ പറ്റും? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് റീച്ച് ആവാത്ത കുറേ വായി നോക്കികൾ വന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കിടന്ന് ചൊറിയുന്നുണ്ട്. അതൊന്നും ഒരു പട്ടി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ പറയുമ്പം വളരെ വ്യക്തതയായിട്ട് ക്ലാരിറ്റിയോടെ കൂടിയിട്ട് നിങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ഇനി നേരെ മറിച്ച് ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമാണെങ്കിൽ ഒരു മനുഷ്യരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്.
ഇവർ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട വീഡിയോ ഞാൻ വീണ്ടും കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ മാത്രം ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് വയ്ക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇത്രയാണ് സംഭവം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.